പാതാളത്തിൽ പോയാലും തകർത്തിട്ടല്ലാതെ തിരിച്ചുവരവില്ല. കരുത്തിന്റെയും ബുദ്ധിശക്തിയുടെയും ചങ്കുറപ്പിന്റെയും പ്രതിരൂപം. പിന്നിടുന്നത് മരണത്തെപ്പോലും നേരിട്ടുള്ള കൊടും പരിശീലനം. ഉപയോഗിക്കുന്നത് ഏറ്റവും ആധുനിക ആയുധങ്ങൾ. ഇന്ത്യൻ പാരാ എസ്എഫ് ലോകത്തെ ഏതൊരു സ്പെഷ്യൽ ഫോഴ്സിനോടും കിടപിടിക്കാൻ ശേഷിയുള്ള ഡെയർ ഡെവിൾസ്. These are the first of the marching contingents, the parachute regiment led by Major Nikhil Kumar Maurya. They are better known as Red Devils or Paras. The Red Devils never walk in a parade. They are always on the double that are required to be a para. They are chanting Hum Bharat ke Veer और हम अपने देश के रक्षक, जाति भेदभाव को मिटाएं. സ്പെഷ്യൽ ഫോഴ്സിന് പാരച്യൂട്ട് ജമ്പുകൾ നിർബന്ധമായതിനാൽ പാരാ സ്പെഷ്യൽ ഫോഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് പാരാ ട്രൂപ്പർമാരിൽ നിന്നാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ പാരച്യൂട്ട് റെജിമെന്റ് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള എയർബോൺ റെജിമെന്റാണ്. വർഷങ്ങളുടെ പോരാട്ട പാരമ്പര്യവും ധൈര്യത്തിന്റെയും സാഹസികതയുടെയും വീരകഥകളും ഇന്ത്യൻ പാരച്യൂട്ട് റെജിമെന്റിന്റെ പ്രത്യേകതകളാണ്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തോടെയാണ് പാരാ സ്പെഷ്യൽ ഫോഴ്സിന്റെ തുടക്കം. ബ്രിഗേഡ് ഓഫ് ഗാർഡ്സിന്റെ മേജർ മേഘ് സിംഗ് ആണ് യുദ്ധത്തിനിടയിലെ സ്പെഷ്യൽ ഓപ്പറേഷനുകൾക്കായി ഒരു പ്രത്യേക ടീമിന് രൂപം കൊടുത്തത്. വിവിധ റെജിമെന്റുകളിലെ മിടുക്കന്മാരെ തിരഞ്ഞെടുത്ത് രൂപീകരിച്ച മേഘദൂത് ഫോഴ്സ് കനത്ത നാശനഷ്ടങ്ങളാണ് ശത്രുക്കൾക്ക് വരുത്തിവച്ചത്. യുദ്ധം അവസാനിച്ചതോടെ ഈ ഗ്രൂപ്പ് പിരിച്ചുവിട്ടു. സൈനികർ അവരവരുടെ റെജിമെന്റിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇന്ത്യക്ക് ഇത്തരമൊരു സ്പെഷ്യൽ ഫോഴ്സ് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ സൈന്യം മേജർ മേഘ് സിംഗിന്റെ കീഴിൽ ശക്തമായ ആദ്യ കമാൻഡോ സംഘത്തിന് രൂപം നൽകി. പാരച്യൂട്ട് റെജിമെന്റിന്റെ കീഴിൽ രൂപീകരിച്ച ഈ ടീമാണ് ഇന്ത്യയുടെ ആദ്യ പാരാ എസ്എഫ് കമാൻഡോസ്. 1966 ജൂലൈ 1 ഔദ്യോഗികമായി ഇന്ത്യയുടെ ആദ്യ പാരാ കമാൻഡോ സംഘം രൂപീകരിക്കപ്പെട്ടു. ഇതിന്റെ പേര് 9th പാരാ ബറ്റാലിയൻ. പിന്നീട് ഇത് 2 സംഘങ്ങളായി. 10th പാരാ ബറ്റാലിയൻ എന്ന പുതിയ ടീമും നിലവിൽ വന്നു. നിലവിൽ പാരച്യൂട്ട് റെജിമെന്റിന്റെ കീഴിൽ 17 ബറ്റാലിയനുകളാണുള്ളത്. ഇതിൽ 2 ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയനുകളും 1 രാഷ്ട്രീയ റൈഫിൾസുമാണ്. 9 പാരാ സ്പെഷ്യൽ ഫോഴ്സ് ബറ്റാലിയനുകളും ബാക്കി 5 പാരാ എയർബോൺ ബറ്റാലിയനുകളുമാണ്. പാരാ എസ്എഫ് കമാൻഡോ എന്ന സ്വപ്നം അത്ര എളുപ്പം സാധിക്കാൻ കഴിയുന്ന ഒന്നല്ല. ആദ്യം ഇന്ത്യൻ സൈന്യത്തിലെത്തുക, പിന്നീട് പാരാ ട്രൂപ്പറാകുക, അതിനുശേഷം പാരാ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോ ആവുക. ഇതാണ് സെലക്ഷൻ പ്രോസസ്. പാരാ ട്രൂപ്പറാകാൻ സ്വമേധയാ തയ്യാറാകുന്ന സൈനികരെ ആദ്യ 3 മാസത്തെ കഠിന പരീക്ഷയ്ക്ക് വിധേയരാക്കും. ഇതിൽ വിജയിക്കുന്നവരെ പാരാ ട്രൂപ്പർമാരായി തെരഞ്ഞെടുക്കും. പാരാ എസ്എഫ് ആകാൻ തയ്യാറാകുന്നവരെ വീണ്ടും 6 മാസം നീളുന്ന അതികഠിനമായ പരീക്ഷകൾക്ക് വിധേയരാക്കും. ഓരോ ബറ്റാലിയനുകൾക്കും വ്യത്യസ്തമായ ശാരീരിക മാനസിക പരീക്ഷകളായിരിക്കും. ഇതിൽ വിജയിച്ചാൽ മാത്രമേ ഇന്ത്യയുടെ പാരാ സ്പെഷ്യൽ ഫോഴ്സായി തെരഞ്ഞെടുക്കുകയുള്ളൂ. ഈ പരീക്ഷകൾക്കിടയിൽ മരണം സ്വാഭാവികവും സാധാരണവുമാണ്. 10% കൂടുതൽ പേർ ഒരിക്കലും തെരഞ്ഞെടുക്കപ്പെടാറില്ല. ഡെസേർട്ട് സ്കോർപിയൻ അഥവാ മരുഭൂമിയിലെ തേളുകൾ എന്നറിയപ്പെടുന്ന 10th പാരാ ബറ്റാലിയന്റെ പരീക്ഷകൾ ലോകത്തിലെ ഏറ്റവും കടുപ്പമേറിയ സെലക്ഷൻ പ്രോസസ്സുകളിൽ ഒന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ മരുഭൂമിയിൽ തന്നെയാണ് പരിശീലനം. മരുഭൂമിയിൽ ശത്രു സൈനികരെക്കാൾ പരിതസ്ഥിതികളാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. കൊടും ചൂടും കൊടും തണുപ്പും തീക്കാറ്റും നേരിടേണ്ടി വന്നേക്കാം. ഒപ്പം ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള ക്ഷുദ്രജീവികളെയും നേരിടേണ്ടി വരും. ഭക്ഷണമില്ലാതെ 4 ദിവസം, 3 ദിവസത്തേക്ക് 1 ലിറ്റർ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 7 ദിവസം ഉറങ്ങാനേ കഴിയില്ല. 20 കിലോമീറ്റർ, 30 കിലോമീറ്റർ, 40 കിലോമീറ്റർ ഓട്ടം ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. 10 കിലോ ബാഗ് ശരീരത്തിൽ തന്നെ കെട്ടിവെച്ചിരിക്കും.
ഇത് പലപ്പോഴും 30 കിലോ വരെ എത്തും. 90 ദിവസങ്ങൾ നീളുന്ന ഈ കായിക മാനസിക പരീക്ഷണങ്ങൾക്ക് പ്രധാനമായും 4 ഘട്ടങ്ങളാണ് ഉള്ളത്. അവസാന 30 ദിവസത്തെ പരിശീലനം എന്തൊക്കെയാണെന്നത് ഇന്നും രഹസ്യമാണ്. ഏറ്റവും കഠിനമായ പരീക്ഷകളാണ് ഈ സമയത്തു നടക്കുന്നതിനാൽ സുരക്ഷാ രഹസ്യം കൊണ്ട് ഇത് സൈന്യം ഒരിക്കലും പുറത്തുവിടില്ല. 1-ാം ഘട്ടത്തിൽ ഏറ്റവും കഠിനമായ ശാരീരിക അഭ്യാസങ്ങളാണ് ചെയ്യേണ്ടി വരിക. വിവിധ ഭാഷകൾ ഈ സമയത്ത് പഠിക്കണം. ആയുധ പരിശീലനം, തകർക്കൽ, മെഡിക്കൽ പരിശീലനം, മൃഗങ്ങളെ നേരിടൽ, ഇതൊക്കെ ഈ ഘട്ടത്തിലാണ് നടക്കുന്നത്. ആദ്യഘട്ടം പൂർത്തിയാക്കുന്നതിൽ പൊതുവെ 50% പേർ മാത്രമാണ് വിജയിക്കുക. പരീക്ഷകളുടെ 45-ാം ദിവസമാണ് ഒരു പാരാ SF പ്രൊബേഷണർ നേരിടുന്ന ഏറ്റവും കഠിനമായ പരീക്ഷ. 36 മണിക്കൂർ തുടർച്ചയായി നീളുന്ന പരിശീലനമാണിത്. ആയുധങ്ങളടക്കം 70 കിലോഗ്രാം ഭാരവുമായി 10 കിലോമീറ്റർ ഓടേണ്ടി വരും. സഹപ്രൊബേഷണറെ എടുത്തുയർത്തിയും ട്രക്ക് ടയറുകളും കൂറ്റൻ തടികളും വെള്ളം നിറച്ച വലിയ കാനുകളും എടുത്തുയർത്തിയും പരീക്ഷണങ്ങളുടെ ഭാഗമാകണം. 11-ാമത്തെ മണിക്കൂറിൽ വെള്ളത്തിനടിയിലേക്കിട്ടുള്ള ടെസ്റ്റ്. വളരെ കുറഞ്ഞ ഓക്സിജൻ മാത്രമേ ലഭ്യമാകൂ. പെട്ടെന്നുള്ള ഭയപ്പെടലിനെ എങ്ങനെ നേരിടും എന്ന് കണ്ടെത്താനാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ആദ്യ 16 മണിക്കൂറിൽ ഒരു തുള്ളി വെള്ളമോ ആഹാരമോ ലഭിക്കില്ല. വീണ്ടും 10 കിലോമീറ്റർ ഓട്ടമടക്കമുള്ള 6 മണിക്കൂർ നീളുന്ന കഠിന പരീക്ഷകൾ. പിന്നീട് ആക്രമണങ്ങളും നേരിട്ടുള്ള പോരാട്ടവുമൊക്കെ നടത്തേണ്ട അവസാന മണിക്കൂറുകൾ. ബാക്കി വന്നവരിൽ നല്ലൊരു പങ്കും ഈ പരീക്ഷണത്തോടെ പരാജയപ്പെടും. 56-ാം ദിവസം 17 കിലോഗ്രാം ഭാരവും വഹിച്ചുകൊണ്ടുള്ള 100 കിലോമീറ്റർ ഓട്ടമാണ്. ഇത് 15 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കണം. 90 ദിവസത്തെ കഠിന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാൽ അഭിമാനമായ മെറൂൺ ക്യാപ് അഥവാ മെറൂൺ ബെററ്റ് സൈനികന് ലഭിക്കും. പാരാ സ്പെഷ്യൽ ഫോഴ്സിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതോടുകൂടി ലോകത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പരിശീലനമാണ് സൈനികനെ കാത്തിരിക്കുന്നത്. 3.5 വർഷത്തോളം നീളുന്ന കഠിന പരിശീലനം. വിവിധ മേഖലകളിലുള്ള വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു കമാൻഡോ പരിശീലിക്കേണ്ടതായി വരും. പർവ്വതം, മഞ്ഞ്, കാട്, മരുഭൂമി, സമുദ്രം തുടങ്ങിയ യുദ്ധഭൂമികളിലെല്ലാം പരിശീലനം നടക്കും. മറ്റു രാജ്യങ്ങളിലെ സ്പെഷ്യൽ ഫോഴ്സുമായി ചേർന്ന് സംയുക്ത പരിശീലനങ്ങളും പാരാ SF ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. 1971-ലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാരാട്രൂപ്പർമാർ ശത്രുനിരയിൽ കനത്ത നാശം വിതച്ചു. പാക് അതിർത്തിക്കകത്ത് 240 കിലോമീറ്റർ ഉള്ളിലേക്ക് ലോഞ്ച് ചെയ്ത 6 പേരടങ്ങുന്ന പാരാ ടീം ഏതാണ്ട് 80ഓളം പാക് സൈനികരെ വധിക്കുകയും 180ഓളം സൈനികരെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ പീരങ്കിയും ഒരു എയർഫീൽഡും ഈ ടീം തകർത്തു. ബംഗ്ലാദേശിലെ ധാക്കയിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത പാരാ ടീം തന്ത്രപ്രധാനമായ ഒരു പാലം പിടിച്ചെടുക്കുകയും ഇന്ത്യൻ സൈന്യത്തിന് ധാക്കയിൽ കടക്കാനുള്ള വഴിയൊരുക്കുകയും ചെയ്തു. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ തമ്പടിച്ച ഖാലിസ്ഥാൻ ഭീകരവാദികളെ തകർക്കുന്നതിൽ പാരാ കമാൻഡോസ് നിർണായക പങ്കാണ് വഹിച്ചത്. ശ്രീലങ്കയിൽ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി തമിഴ് പുലികൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തിയതും പാരാ SF തന്നെ. വേലുപ്പിള്ളെ പ്രഭാകരനെ പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ശത്രുക്കൾക്കിടയിൽപ്പെട്ടതും 24 മണിക്കൂറിലധികം ശക്തമായ വെടിവെപ്പിനെ നേരിട്ട് പിടിച്ചു നിന്നതും ത്രസിപ്പിക്കുന്ന ചരിത്രമാണ്. നിരവധി LTTE തീവ്രവാദികളെ ഈ ഓപ്പറേഷനിടയിൽ പാരാ SF വധിച്ചു. മാലിദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം ഒരു സൈനികൻ പോലും മരിക്കാതെ വിഫലമാക്കിയതാണ് പാരാ SF-ന്റെ മറ്റൊരു ശ്രദ്ധേയമായ ഓപ്പറേഷൻ കാക്ടസ് എന്ന പേരിൽ നടന്ന ഈ സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. കാർഗിൽ യുദ്ധത്തിൽ ബറ്റാലിക് സെക്ടറിൽ കാണിച്ച പോരാട്ടവീര്യവും സിയറ ലിയോണിൽ കുടുങ്ങിയ ഗൂർഖ റൈഫിൾ സൈനികരെ രക്ഷിക്കാൻ നടത്തിയ ഓപ്പറേഷൻ കുക്രിയും പാരാ SF-ന്റെ സൈനിക നേട്ടങ്ങളിൽ പെടുന്നു. കശ്മീരിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിൽ പാരാ SF നിർണായക പങ്കാണ് വഹിക്കുന്നത്. 2015-ൽ മ്യാൻമറിൽ നടത്തിയ ഓപ്പറേഷനും ഉറി ഭീകരാക്രമണത്തിന് ബദലായി പാക് അധീന കാശ്മീരിൽ കയറിയടിച്ച സർജിക്കൽ സ്ട്രൈക്കുമാണ് സമീപകാലത്ത് പാരാ SF കമാൻഡോസ് നടത്തിയ പ്രധാന ഓപ്പറേഷനുകൾ. 2 ഓപ്പറേഷനുകളും വലിയ വിജയമായിരുന്നു. ഒരു സൈനികനെ പോലും
ഈ ഓപ്പറേഷനുകൾക്കിടയിൽ നമുക്ക് നഷ്ടമായില്ല. വിവിധങ്ങളായ ആധുനിക ആയുധങ്ങളാണ് പാരാ SF ഉപയോഗിക്കുന്നത്. ഇവയിൽ പിസ്റ്റലുകളും ലൈറ്റ് മെഷീൻ ഗണ്ണുകളും റോക്കറ്റ് ലോഞ്ചറുകളും സ്നൈപ്പറുകളുമുണ്ട്. പോരാട്ട വീര്യത്തിലും കരുത്തിലും മറ്റു രാജ്യങ്ങളിലെ സ്പെഷ്യൽ ഫോഴ്സുകൾക്കൊപ്പം നിൽക്കുമെങ്കിലും ആയുധങ്ങളിലും അനുബന്ധ ഉപകരണങ്ങളിലും ഇന്ത്യൻ പാരാ SF ഇനിയും മുന്നേറാനുണ്ട്. സൈന്യത്തിന്റെ ആധുനികവൽക്കരണം അതിദ്രുതം മുന്നേറുന്നതിനാൽ പാരാ SF-ഉം താമസിയാതെ അത്യാധുനികമാകുമെന്നതിൽ സംശയമില്ല. സൈനികനായാൽ മാത്രം പോരാ, അതിനപ്പുറം രാജ്യത്തിന്റെ അഭിമാനമാകണമെങ്കിൽ പാരാ കമാൻഡോ ആകണം. അത് അത്ര എളുപ്പമല്ല. പക്ഷേ നിശ്ചയദാർഢ്യവും ചങ്കൂറ്റവും ഉള്ളവർക്ക് കഠിന പ്രയത്നത്തിലൂടെ അത് നേടാൻ കഴിയുമെന്നതിലും സംശയം ഒട്ടുമില്ല. കൂടുതൽ സൈനിക വാർത്തകൾക്ക് ബ്രേവ് ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യൂ. മറക്കാതെ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ.